അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ ചുറ്റിക്കറങ്ങലിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ പിന്നെ അടുത്തത് ഫ്ലൈറ്റ് പിടിച്ചും കണ്ട് നേരെ ശ്രീനഗറിൽ ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയുക, ട്രെയിനിന് പോകണമെങ്കിൽ കുറേ ടൈം എടുക്കും, പിന്നെ ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഫ്ലൈറ്റിന് പോകാൻ തീരുമാനിച്ച് അങ്ങനെ നമ്മൾ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ ഏകദേശം കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഫ്ലൈറ്റ് അങ്ങനെ എടുത്ത് നല്ല ആകാശം മുട്ടെ ഡൽഹിയുടെ മുകളിലൂടെ അങ്ങനെ പറക്കാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകൾ, വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ചേരികൾ, അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞ് നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കഴിയുന്തോറും നമുക്ക് കണ്ടുകൊണ്ട് നമ്മളിരുന്നത് കേട്ടോ. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു പുറത്തേക്ക് നോക്കുമ്പോൾ. പിന്നെ ശ്രീനഗറൊക്കെ എത്താൻ നേരത്ത് ഫുള്ള് മലകളും കാര്യങ്ങളും, അതിലൂടെ ഇങ്ങനെ മഞ്ഞും മേഘങ്ങളും എല്ലാം പാടെ ഇങ്ങനെ നിൽക്കണം. ഒരുപാട് നല്ല നല്ല അടിപൊളി സീനുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞ്. അങ്ങനെ ശ്രീനഗറത്തെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അവിടെ ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് മിലിറ്ററി എയർപോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ നമുക്ക് അവിടുന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റത്തെ ദിവസം ആദിൽബായിയുടെ വാഹനത്തിൽ ഞങ്ങൾ നേരെ പെഹൽഗാമിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് നെല്ലാണോ അതോ ഗോതമ്പാണോ എന്താണെന്നറിയില്ല, പക്ഷേ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. പിന്നെ ചാണക്ക് പിന്നെ മിലിറ്ററിയുടെ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും വാഹനങ്ങളും ഒരുപാട്, അതായത് എന്താ പറയുക, ചിലപ്പോൾ ഒരു 30 മീറ്റർ 50 മീറ്റർ പിന്നെ ഓരോ ഗില്ലികൾ കൂടിയൊക്കെ ഇഷ്ടംപോലെ മിലിറ്ററിയുടെ ആളുകളും എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സുരക്ഷാ മേഖല ആയതുകൊണ്ടായിരിക്കും അത്രയും ആളുകൾ അവിടെ വിന്യസിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പെഹൽഗാമൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ സിനിമയിലും എല്ലായിടത്തും കാണുന്നവർക്ക് തന്നെ ആ പുഴകൾ, അതായത് വ്യത്യസ്ത കളറിലുള്ള, ഇതൊക്കെ ശരിക്കും ഐസ് ഉരുക്കിയിട്ടാണ് ആ വെള്ളം വരുന്നത്. പക്ഷെ അതിൻ്റെ കളർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളതാണ് അറിയാത്ത കേട്ടോ. ഒരു നമ്മളെ നാട്ടിലത്തെ വെള്ളത്തിൻ്റെ കളർ മാതിരിയൊന്നുമല്ല, ഒരു പ്രത്യേക ഒരു കളറ്, വെള്ളയും നീലയും കൂടിച്ചേർന്നൊരു കളറ്. എന്തായാലും കാണാൻ വളരെ ഭംഗിയായിരുന്നു. പിന്നെ ഭംഗി മാത്രമല്ല, പുട്ട തണുപ്പ് വരുന്നു. അങ്ങനെ ഏകദേശം നമ്മളങ്ങോട്ട് പെഹൽഗാമിലോട്ട് എത്താനായിട്ടോ ഏകദേശം ബോർഡും കാര്യങ്ങളൊക്കെ കാണിക്കപ്പെടുത്തി, വെൽക്കം ടു പെഹൽഗാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ അതെല്ലാം താണ്ടി മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നും കണ്ട് ഒരുപാട് സംഗതികളുണ്ട് പ്ലാനിങ്ങിൽ. മെയിനായിട്ടുള്ള നമ്മളെ കുതിര സവാരി തന്നെ. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ കുറേ ആളുകളോട് ബാർഗെയിനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, ബാർഗെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം എടുത്തില്ല, അതുകൊണ്ട് തന്നെ ക്യാഷും കാര്യങ്ങളും നമുക്ക് അങ്ങനെ കൂടുതൽ കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കുതിര സവാരി അങ്ങോട്ട് ആരംഭിച്ചു. ഇവർ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ റബ്ബുലിസായ തമ്പുരാനെ, നമ്മളിപ്പോൾ കൊയിനാട് എന്നുള്ള ഇതിലാണ്. കാരണം അത്രക്കും വലിയ ഉരുളൻകല്ലിൻ്റെ മേലെ കൂടിയൊക്കെയാണ് ഈ സാധനങ്ങൾ പോണത്. എമ്മാരി കയറ്റ എമ്മാരി സ്പീഡിലാണ് അറിയാം അതൊക്കെ കയറി പോണത്. പക്ഷെ കുതിര വല്ലാതൊരു സംഭവമാണെന്നുള്ള അപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ കയറിപ്പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ, അതിലൂടെയൊക്കെ സിമ്പിളായിട്ടാണ് ഈ സാധനം കയറിപ്പോണത്. ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകണത്. ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് ഒന്നും കൂടി ഇതിൻ്റെ രസം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പുള്ള സമയം ഉണ്ടാവില്ല, നല്ല ഐസ് ഉരുകണ സമയം, ആ സമയത്ത് വരണം. എന്നാലുള്ളൂ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുക. അതിൻ്റെ ഭംഗി എന്ന് പറയില്ലേ, അതൊക്കെ ആ സമയത്തേ കിട്ടുള്ളൂ. കുതിരകൾ എല്ലാ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഐസ് ഉരുക്കിങ്ങാണ്ട് ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ പോലെ ഒരു മറ്റേ തോടിൻ്റെയൊക്കെ അത്രക്കും രീതിയിൽ നല്ല ഹെവി ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഭാഗത്തു കൂടിയൊക്കെ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ആ കുതിര പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയണത് മറ്റേ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അടിപൊളിയാവും എന്നുള്ളതൊന്നും അറിയൂല. ഞാൻ കയറിയ കുതിരക്ക് വേറെ സ്വഭാവം ഉണ്ടായിന്. ഓൻ ഭയങ്കര കോഴിയായിരുന്നു. മുന്നത്തെ കുതിരനെ അജുവിൻ്റെ സോയിലിൻ്റെ ഏതിട്ട് ഒരു കയറിയൊരു കുതിരനെ ഒരു സുഖവും തൊയിലും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. കാരണം ഇത് ഭയങ്കര എന്താ പറയുക, നമ്മൾ കുതിരളി എന്നല്ല ശരിക്കും, ഇതും കുതിരളി നമ്മൾ ശരിക്കനെ കണ്ട് കൊഴിഞ്ഞാടുന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ആ ഭാഗത്തുകൂടി വരുന്നുണ്ടല്ലേ, വഴി തെറ്റിങ്ങാണ്ട് പോരാണ്. ആ ഒരു 3 കുതിര വേറെ റൂട്ടിന്, ഞങ്ങളെ കുതിര വേറെ റൂട്ടിന്. അതാ അജുവൊക്കെ ഉണ്ട്, ആ പട കുടുങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഹമീദ്ക്ക പയ്യോളിക്കാരനാണ്. നമ്മൾ റീൽസ് കാണുന്ന മാതിരിയൊന്നുമല്ല കേട്ടോ, റിയാലിറ്റി വേറെയാണ്. ഈ കാണുന്ന പയ്യോളിക്കാരൻ ഹമീദ് ഖാനെ നമുക്ക് ശ്രീനഗർ എയർപോർട്ടിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ അപ്പുറത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ എന്താ ആക്ടിവിറ്റിക്കാണ് പോണത് അതിനൊക്കെ ഞങ്ങളെ കൂടെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു.
ആള് മക്കളെ എല്ലാവരും പഠിച്ചൊരു ഭാഗത്ത് കഴിഞ്ഞാണ്ട് മൂപ്പര് നാട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അങ്ങനെ ആവണ ആളുകൾ. അങ്ങനെ അവസാനം നമ്മളെ മെയിൻ സ്ഥലത്തെത്തിട്ടോ. സ്വിറ്റ്സർലാൻഡിൽ, ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയണത്. നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങൾ കുറച്ച് റീൽസിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കണ്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ താഴോട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ കയറിയപ്പോൾ കരുതിയത് കയറാതാക്കണം ഏറ്റവും വലിയ റിസ്ക് എന്നാണ്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ശരിക്കും നമ്മളൊരു ലോഡും വണ്ടി കൊണ്ടൊക്കെ എങ്ങനെ നമ്മൾ താഴത്തോട്ട് ഒരു ഇറക്കത്തിലോട്ട് ഇറങ്ങി പോവുക, അതേപോലെയാണ് നമ്മൾ ഇറങ്ങി പോണത്. നമ്മൾ കയറിപ്പോയതും അതുപോലെ തന്നെ ഇറങ്ങി പോരുന്നതും വെവ്വേറെ വഴികളിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെവ്വേറെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ, ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് പോയിന്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ്. എന്തായാലും സത്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. പോകുന്ന ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കുതിര സവാരി നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ എന്താ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലോണം ബാർഗെയിൻ ചെയ്ത് കണ്ട് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പരിപാടിക്ക് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം ഊറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് ബാർഗെയിൻ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിൻ്റെ കൂടെ തന്നെ നമുക്ക് കുതിരൻ്റെ മുകളിൽ പോകാൻ നിൽക്കുള്ളൂ. നമ്മളെ നാട്ടിലത്തെ മാതിരി ഞാൻ ഇപ്പോൾ ഒരാളെ പോയി കണ്ട് എന്നാൽ പോരെ പറഞ്ഞാണ്ട് പിടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുകൾ വന്ന് കണ്ട് എന്നെ അത്രയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഒന്നും പറയില്ല. അങ്ങനെ സംഗതി അവിടെ ഇല്ല. അപ്പോൾ ഒരാൾ നമ്മളെ ടാർഗറ്റ് ചെയ്ത് കണ്ട് നമ്മൾ നിൽക്കുന്നുണ്ടോ, നമ്മൾ ഓൻ്റെ കൂടെ തന്നെ പോകാൻ കഴിയുള്ളൂ. താനൂർ 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 അങ്ങനെ നമ്മൾ കുതിരസവാരിക്കൊക്കെ ശേഷം നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോഴും ഇതാ കണ്ടോ, നല്ല അടിപൊളി എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലിംഗാണ്. ഈ ഒരു മഞ്ഞും എല്ലാം പൊതിച്ചും കണ്ട് ഇങ്ങനെ, അതുപോലെ തന്നെ താഴ്വരയിൽ കൂടി ഇങ്ങനെ ആടുകളും ചെമ്മരിയാടുകൾ കേട്ടോ, പിന്നെ അതിനിങ്ങനെ മേച്ചും കണ്ട ആളുകൾ നടക്കുന്നു, കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതാകണം ഇതുമാതിരി പുഴയിലൊക്കെ ഇറങ്ങിക്കാണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല കുറച്ച് ആപ്പിളിൻ്റെ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ കയറിങ്ങാണ്ട് മറ്റേ ആപ്പിൾ പറിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറിക്കണം. പിന്നെ ജ്യൂസുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് അടിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മറ്റേ ഒന്ന് ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കണം എന്നുള്ളൊരിതിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു തോട്ടം കണ്ടു കേട്ടോ, ആപ്പിളിൻ്റെ. മരങ്ങളൊക്കെ വളരെ ചെറുതാണ്, പക്ഷേ ഇഷ്ടംപോലെ ആപ്പിളുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിങ്ങാണ്ട് പറിക്കാനൊന്നും പറ്റില്ല. പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തൊക്കെ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് തോന്നണം, നല്ലൊരു എമൗണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ജ്യൂസൊക്കെ അടിച്ചെങ്ങാണ്ട് കുടിക്കാനുള്ളതും കുറച്ചേരൊക്കെ വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഏരിയ ഉണ്ടത്. അവിടെ കുറേ ആപ്പിളുകളൊക്കെ പഴുത്തുങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് കുറച്ച് ആപ്പിളിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചെങ്ങാണ്ട് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന്, അങ്ങനെ ജ്യൂസ് കുടിക്കലിനൊക്കെ ശേഷം വീണ്ടും നമ്മുടെ റൂം ലക്ഷ്യമായി കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.